ക്ലാസ്സിലേക്ക് സ്വാഗതം. കീം, NDA, JEE തുടങ്ങിയ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇത്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒത്തിരി ക്ലാസ്സുകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ കാണുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സം ഓഫ് റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ പോർഷൻ ഡിസ്കസ് ചെയ്യുന്നില്ല, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിനെല്ലാം ഈ സിലബസിൽ നിന്ന്, അതായത് ഈ പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. സോ നോക്കിക്കോളൂ. വി ഹാവ് ജനറൽ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx + c = 0. ഇതിന്റെ സൊല്യൂഷൻ നിങ്ങൾക്കറിയാം. x = -b ± √b² - 4ac/2a. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ട് റൂട്ട് ഉണ്ടെന്നും നിങ്ങൾക്കറിയാം. ആ റൂട്ട്സ് എന്തെന്നിരിക്കട്ടെ? ആൽഫ ആൻഡ് ബീറ്റ. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ റൂട്ട്സ് ഓഫ് ദിസ് ഇക്വേഷൻ, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് ആണ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് ആണ് ആൽഫയും ബീറ്റയും എങ്കിൽ സം ഓഫ് റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ കാണുന്ന ഫോർമുല വെരി വെരി സിമ്പിൾ. -b/a minus coefficient of x by coefficient of x². Sum of roots alpha plus beta കാണുന്ന ഫോർമുല -b/a if the quadratic equation in this form. Next, product of roots, that is alpha into beta. ആൽഫയും ബീറ്റയുമാണ് റൂട്ട്സ് എങ്കിൽ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് കാണുന്ന ഫോർമുല അനദർ സിമ്പിൾ ഫോർമുല c/a. ഈ രണ്ട് ഫോർമുലയും അറിയാമെങ്കിൽ ഇന്നത്തെ പ്രോബ്ലംസ് ചെയ്യാം. വെരി സിമ്പിൾ. സം ഓഫ് റൂട്ട്സ് കാണുന്ന ഫോർമുല -b/a minus coefficient of x by coefficient of x². പ്രോഡക്റ്റ് ഓഫ് റൂട്ട് കാണുന്ന ഫോർമുല കോൺസ്റ്റന്റ് ടേം ബൈ എന്താണ് coefficient of x². ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. Alpha and beta are the roots of the equation x² + 3x - 4 = 0. Then find values of first part 1/alpha + 1/beta. Second one, find value of alpha² + beta². Third one, find value of 1/alpha² + 1/beta². ഇതെല്ലാം കൂടെ ഒരു പ്രോബ്ലത്തിൽ ചോദിക്കത്തില്ല. ആക്ച്വലി ഇത് 3 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഒരുമിച്ച് ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്താണ് ഇവിടത്തെ കഥ? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് എന്താണ്? ആൽഫയും ബീറ്റയും. എങ്കിൽ വി ഹാവ് ആൽഫ പ്ലസ് ബീറ്റ. സം ഓഫ് റൂട്ട്സ് കാണുന്ന ഫോർമുല -b/a = coefficient of x, that is 3/a. a എന്ന് പറഞ്ഞാൽ coefficient of x². comparing with standard form 1 എന്ത് കിട്ടി? -3. Now product of roots alpha into beta, that is c/a = c എന്ന് പറഞ്ഞാൽ -4/a എന്ന് പറഞ്ഞാൽ 1. അറിയാലോ, ax² + bx + c കമ്പയറിംഗ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോം abc കിട്ടും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റയും കിട്ടി, ആൽഫ ബീറ്റയും കിട്ടി, സം ഓഫ് റൂട്ട് കിട്ടി, പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സും കിട്ടി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഫസ്റ്റ് പാർട്ട്, ഫൈൻഡ് വാല്യൂ ഓഫ് 1/alpha + 1/beta. വെരി സിമ്പിൾ. സിംപ്ലിഫൈ ചെയ്യുക. നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ അറിയാം, ആൽഫ ബീറ്റയും അറിയാം. സിംപ്ലിഫിക്കേഷൻ എന്താണ്? ഇതങ്ങോട്ട് പോകും, ഇതങ്ങോട്ട് പോകും. അതായത് ആൽഫ പ്ലസ് ബീറ്റ ബൈ പ്രോഡക്റ്റ് ഓഫ് ദിസ് ടേം ആൽഫ ബീറ്റ എന്ന് കിട്ടും. ശരിയല്ലേ? ബീറ്റ × 1 ബീറ്റ പ്ലസ് ആൽഫ ബൈ ആൽഫ ബീറ്റ. സംഗതി കഴിഞ്ഞു. ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് ഓൾറെഡി കിട്ടി -3 ബൈ ആൽഫ ബീറ്റ എന്ത് കിട്ടി? -4 = 3/4. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ലെസ് ദാൻ 20 സെക്കൻഡ്സിൽ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. നെക്സ്റ്റ്, ഇതിന്റെ സെക്കൻഡ് പാർട്ട്, വി ഹാവ് ടു ഫൈൻഡ് α² + β². നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ അറിയാം, ആൽഫ ബീറ്റ അറിയാം. എന്താണ് α² + β²? നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഫോർമുലയെ ഞാൻ ഒന്ന് മേക്കപ്പ് ഇട്ട് ഇങ്ങനെ മാറ്റുന്നു. നോക്കിക്കോ. α² + β² എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ -2α ബീറ്റ. ശരിയാണോ? α² + β² ഇങ്ങനെ എഴുതിക്കൂടെ? ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ -2α ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? α² + β² + 2α ബീറ്റ. ആ +2α ബീറ്റ ഈ -2α ബീറ്റയും ക്യാൻസൽ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് മാത്രം വരും? α² + β². അപ്പൊ ഇവനെ ഇങ്ങനെ എഴുതാം. കാണാതെ പഠിക്കൂ, അല്ലെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് ഓർത്തിരിക്കൂ. പരിപാടി കഴിഞ്ഞു. ആൽഫ പ്ലസ് ബീറ്റ നമുക്കറിയാം -3, അവന്റെ സ്ക്വയർ 9 -2 × ആൽഫ ബീറ്റ. ആൽഫ ബീറ്റയുടെ വാല്യൂ -4, -2 × -4
-2 into -4 8. 9 plus 8. ആൻസർ എന്തെന്ന് കിട്ടി? 17. നെക്സ്റ്റ് അതിലും സിമ്പിൾ. We have to find 1 by alpha square plus 1 by എന്താണ് ബീറ്റ സ്ക്വയർ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്ത പോലെ ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ബീറ്റ സ്ക്വയർ പ്ലസ് എന്താണ് ആൽഫ സ്ക്വയർ. അവനെ ഇങ്ങനെ എഴുതിക്കൂടെ? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ബൈ താഴെ എന്താണ് ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയർ. അത് ആൽഫ ബീറ്റയുടെ സ്ക്വയർ. ശരിയല്ലേ? ആൽഫ സ്ക്വയർ ഇൻറ്റു ബീറ്റ സ്ക്വയറിനെ ആൽഫ ബീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഈക്വൽ ടു എക്സാമിനേഷൻ ഈ പാർട്ട് മാത്രം ചോദിച്ചാൽ ആദ്യം നിങ്ങൾ എന്ത് കാണണം? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിന്റെ വാല്യൂ കണ്ടെത്തണം. അത് ഓൾറെഡി നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. എന്താണ്? 17 ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റയുടെ സ്ക്വയർ. ആൽഫ ബീറ്റ എന്താണ്? -4. അവന്റെ സ്ക്വയർ 16. സോ ആൻസർ എന്താണ്? 17/16. ഇത്തരത്തിലുള്ള ഐഡന്റിറ്റീസ് അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ക്വസ്റ്റ്യൻ: ഇഫ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -2, ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ഈക്വൽ ടു -56, then find the quadratic equation whose roots are alpha and beta. We have to find a quadratic equation whose roots എന്താണ്? ആൽഫ ആൻഡ് ബീറ്റ. നിങ്ങൾക്കറിയാം ആൽഫയും ബീറ്റയും റൂട്ട് ആണെങ്കിൽ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏത് ഫോമിലായിരിക്കും? എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 0. നിങ്ങൾക്കറിയാം. അതായത് റിക്വയർഡ് ഇക്വേഷൻ ഈസ് എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് കണ്ടെത്തേണ്ടത് ആൽഫ പ്ലസ് ബീറ്റയുടെയും ആൽഫ ബീറ്റയുടെയും വാല്യൂ. ആൽഫ പ്ലസ് ബീറ്റ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് വാല്യൂ ഓഫ് ആൽഫ ബീറ്റ. അതിനു വേണ്ടിയാണ് ഈ കണ്ടീഷൻ തന്നിട്ടുള്ളത്. എന്താണ്? ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ഈക്വൽ ടു -56. ഇതിൽ നിന്ന് ആൽഫ ബീറ്റയുടെ വാല്യൂ കണ്ടെത്തണം. ഒരു ഐഡന്റിറ്റി ഉണ്ട്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് അറിയണം. എ പ്ലസ് ബി, അതായത് ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ ബീറ്റ എന്ന് എഴുതാം. ഈക്വൽ ടു -56. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്താണ് ഫോർമുല അറിയണം. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി. അപ്പൊ സ്വാഭാവികമായിട്ടും എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്തായിരിക്കും? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി. ഓക്കെ, അത് നമുക്ക് ഇവിടെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. സോ ഇവിടെ വീണ്ടും ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ കൂടെ നടത്തിയാലേ നമ്മുടെ കഥ കഴിയത്തുള്ളൂ. നമുക്ക് ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ മാത്രമേ അറിയത്തുള്ളൂ. വി ഹാവ് ടു ഫൈൻഡ് വാല്യൂ ഓഫ് ആൽഫ ബീറ്റ. ഇവിടെ ആരുണ്ട്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. അവന്റെ വാല്യൂ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ മനസ്സിലാക്കി. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിനെ എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. മൈനസ് എന്താണ്? 2 ആൽഫ ബീറ്റ. ഇതല്ലേ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഇവിടെ എന്തുണ്ട്? വീണ്ടും ഒരു മൈനസ് ആൽഫ ബീറ്റ. ആ മൈനസ് ആൽഫ ബീറ്റ ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ -3 ആൽഫ ബീറ്റ എന്ന് എഴുതാം. ഈക്വൽ ടു -56. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ഫോർമുലയായിട്ട് ഇങ്ങനെ പഠിക്കാം: ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ -3 ആൽഫ ബീറ്റ എന്ന് കാണാതെയും പഠിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ സിംപ്ലിഫൈ ചെയ്തെടുക്കാം. നെക്സ്റ്റ് ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? -2 കൊടുത്തു. ഇവിടെ -2ന്റെ സ്ക്വയർ 4. അടുത്തെന്താണ്? -3 ആൽഫ ബീറ്റ ഈക്വൽ ടു -56. ഇവിടെ എന്ത് കിട്ടും? 4 - 3 ആൽഫ ബീറ്റ ഈക്വൽ ടു -2 അപ്പുറത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ 28 എന്ന് കിട്ടും. നെക്സ്റ്റ് -3 ആൽഫ ബീറ്റ ഈക്വൽ ടു എന്താണ്? 4 അപ്പുറത്ത് പോകുമ്പോൾ -4, ദാറ്റ് ഈസ് 24 ആൽഫ ബീറ്റ ഈക്വൽ ടു 24 by -3, that is -8 എന്ന് കിട്ടി. സോ റിക്വയർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നൊക്കെ കൊടുക്കാം, അല്ലെ വേണ്ട, ഇവിടെ തന്നെ എഴുതാം. നമുക്ക് എന്താണ് റിക്വയർഡ് ഇക്വേഷൻ? പറഞ്ഞോളൂ. എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ്. ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? -2 ആണ്. ആ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് 2x. നെക്സ്റ്റ് എന്താണ്? ആൽഫ ബീറ്റ -8 ഈക്വൽ ടു 0, വിച്ച് ഈസ് ദ റിക്വയർഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അല്ലെ, സം ഓഫ് റൂട്ടും പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സും വെച്ചുള്ള കളികളാണ്, മനസ്സിലാക്കുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. If alpha and beta are the roots of the equation 6x square minus 5x plus 1 equal to 0, then find value of tan inverse alpha plus tan inverse beta. നമുക്ക് ഇവന്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. tan inverse alpha plus tan inverse beta എന്താണ്?
പ്ലസ് ടുവിൽ പഠിച്ചു. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ടാൻ ഇൻവേഴ്സ് x plus y, sum of these terms alpha plus beta by 1 minus xy, 1 minus alpha beta. ഓർമ്മയുണ്ടോ? tan inverse x plus tan inverse y equal to tan inverse x plus y by 1 minus xy എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ x എന്ന് പറഞ്ഞാൽ ആൽഫ, y എന്ന് പറഞ്ഞാൽ ബീറ്റ. സംഗതി കഴിഞ്ഞു. അപ്പൊ ഇവന്റെ വാല്യൂ കാണണം, ഇവന്റെ വാല്യൂ കാണണമെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റയും കാണണം, ആൽഫ ബീറ്റ. അത് നമുക്കറിയാം അല്ലെ? ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്കിൽ സം ഓഫ് റൂട്ട് കാണുന്ന ഫോർമുല ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ എഴുതണ്ടല്ലോ. മൈനസ് ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് മൈനസ് 5, മൈനസും മൈനസും പ്ലസ് 5 ബൈ എ ദാറ്റ് ഈസ് 6. നൗ ആൽഫ ബീറ്റ ദാറ്റ് ഈസ് സി ബൈ എ കോൺസ്റ്റന്റ് 1 ബൈ എ ദാറ്റ് ഈസ് 6. ഇനി നേരെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പരിപാടി കഴിഞ്ഞു. ടാൻ ഇൻവേഴ്സ് ആൽഫ പ്ലസ് ബീറ്റ ദാറ്റ് ഈസ് 5 ബൈ 6 divided by 1 minus alpha beta that is 1 by 6 that is equal to tan inverse 5 by 6 divided by ഇതെന്ത് കിട്ടും? 6 ഇവിടെ വരും. 6 minus 1 5 by 6 എന്ന് കിട്ടും. 5 by 6 ഉം 5 by 6 ഉം ക്യാൻസൽ ചെയ്താൽ tan inverse 1. എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? ഒത്തിരി കാര്യങ്ങൾ അറിയണം. ടാൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ പൈ ബൈ 4 എന്ന് റേഡിയനിൽ എഴുതാം. ഡിഗ്രിയിലാണെങ്കിൽ 45 ഡിഗ്രി എന്ന് എഴുതാം. നിങ്ങളുടെ അതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓപ്ഷനിൽ എന്ത് കാണും? പൈ ബൈ 4 അല്ലെങ്കിൽ 45 ഡിഗ്രി എന്ന് കാണും. കറക്റ്റ് ആയിട്ടുള്ളത് ആൻസർ കണ്ടെത്തുക. ക്വസ്റ്റ്യൻ ഒരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ. ഇഫ് 2 minus i is a root of the equation ax square plus 12x plus b equal to 0, then find value of a, b. where a and b are real numbers. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു റൂട്ട് 2 മൈനസ് ഐ അതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. ഒരു റൂട്ട് 2 മൈനസ് ഐ ആണെങ്കിൽ മറ്റേ റൂട്ട് തീർച്ചയായിട്ടും ഇവന്റെ കോൺജുഗേറ്റ് ആയിരിക്കും. എന്താണ്? 2 പ്ലസ് ഐ. അതൊരു തിയറമാണ്. എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു റൂട്ട് എ പ്ലസ് ഐ ബി ആണെങ്കിൽ മറ്റേ റൂട്ട് അതിന്റെ കോൺജുഗേറ്റ് എ മൈനസ് ഐ ബി ആയിരിക്കും. സോ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ആദ്യത്തെ റൂട്ട് ആൽഫ എന്നിരിക്കട്ടെ, അതെന്തെന്ന് തന്നിട്ടുണ്ട്? 2 മൈനസ് ഐ. എങ്കിൽ സെക്കൻഡ് റൂട്ട് അത് ബീറ്റ എന്നിരിക്കട്ടെ, അതെന്തായിരിക്കും? ഇവന്റെ കോൺജുഗേറ്റ് ദാറ്റ് ഈസ് 2 പ്ലസ് ഐ. ഇത്രയും നമുക്ക് കിട്ടി. നമുക്ക് കാണേണ്ടത് വാല്യൂ ഓഫ് എന്താണ്? എ ബി. എ ഇൻറ്റു ബിയുടെ പ്രോഡക്റ്റ് ആണ് കാണേണ്ടത്. അതിനുവേണ്ടി ആദ്യം സം ഓഫ് റൂട്ട് കണ്ടെത്താം. ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടും 2 × 2 ആഡ് ചെയ്താൽ 4. മൈനസ് ഐയും ഐയും ക്യാൻസൽ ചെയ്തു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സം ഓഫ് റൂട്ട്സ് കാണുന്ന ഫോർമുല ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നാൽ നിങ്ങൾക്കറിയാം എന്താണ്? മൈനസ് ബി ബൈ എ. മൈനസ് ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ദാറ്റ് ഈസ് 12 ബൈ എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് അതിവിടെ എ തന്നെയാണ്. സോ ഈ ഇക്വേഷനിൽ നിന്ന് സം ഓഫ് റൂട്ട് കാണുന്ന ഫോർമുല എന്താണ്? മൈനസ് ബി ബൈ എ, അതായത് മൈനസ് 12 ബൈ എ വിച്ച് ഈസ് ഈക്വൽ ടു 4. പരിപാടി കഴിഞ്ഞു. മൈനസ് 12 4 ഇങ്ങോട്ടെടുത്തു, എ അങ്ങോട്ടെടുത്തു. സോ എയുടെ വാല്യൂ എന്ത് കിട്ടി? മൈനസ് 12 ബൈ 4 ദാറ്റ് ഈസ് മൈനസ് 3. ഇത് നമ്മുടെ ലക്ഷ്യം ബിയുടെ വാല്യൂ കാണുക. അതിനു വേണ്ടിയാണ് നമുക്കറിയാം ആൽഫ ഇൻറ്റു ബീറ്റ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. ഇത് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? ഇതും മൾട്ടിപ്ലൈ ചെയ്താൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, 2 സ്ക്വയർ 4 മൈനസ് ബി സ്ക്വയർ ഐ സ്ക്വയർ. ഐ സ്ക്വയർ പഴയ വാല്യൂ മൈനസ് 1. മൈനസ് മൈനസ് എന്താവും? പ്ലസ് 1. നിങ്ങൾക്കറിയാം ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? മൈനസ് 1. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആൽഫ ബീറ്റ. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. എന്താണ് ഫോർമുല? സി ബൈ എ കോൺസ്റ്റന്റ് ടേം ബി ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 5 എന്ന് അറിയാം. എയുടെ വാല്യൂ മൈനസ് 3. അപ്പൊ ബി ഈക്വൽ ടു എന്ത് കിട്ടും? 5a. 5 ഇൻറ്റു മൈനസ് 3 മൈനസ് 15. സോ എ ബി ഈക്വൽ ടു എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 45 എന്ന് കിട്ടും. വേറെയും വ്യത്യസ്തമായ രീതിയിൽ ഇതിന്റെ ആൻസർ കണ്ടെത്താം. ഇതാണ് സിമ്പിൾ മെത്തേഡ്. Question: If alpha and beta are the roots of the equation x square minus 6x plus a equal to 0 and 3 alpha plus 2 beta equal to 16, then find value of a. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ഒരു അൺനോൺ എയുടെ വാല്യൂ കണ്ടെത്തണം. We have ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് ആൽഫയും ബീറ്റയും എങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ കാണുന്ന ഫോർമുല മൈനസ് coefficient of x that is minus 6 minus plus 6 by coefficient of x square ന്റെ coefficient 1 6 by 1 എന്ത് കിട്ടി? 6. Now what is alpha beta? Product of root കാണുന്ന ഫോർമുല c by a. constant term ഇവിടെ എന്താണ്? a by x square ന്റെ coefficient അത് 1. so എന്ത് കിട്ടി? a എന്ന് കിട്ടി. ഈ a യുടെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി ഒരു കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 3 alpha plus 2 beta equal to എന്താണ്? 16.
സ്മോൾ അഡ്ജസ്റ്റ്മെന്റ്. ഈ 3 ആൽഫയെ ആൽഫ പ്ലസ് 2 ആൽഫ എന്ന് എഴുതിക്കൂടെ? നോ പ്രോബ്ലം. ഈ ലാസ്റ്റ് ടേം 2 ബീറ്റ അതുപോലെ എഴുതുക. ഈക്വൽ ടു എന്താണ്? 16. ഇനി ആൽഫ പ്ലസ് 2 ആൽഫ പ്ലസ് 2 ബീറ്റ എന്ന് പറഞ്ഞാൽ 2 കോമൺ ആയിട്ട് എടുത്താൽ എന്ത് കിട്ടും? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 16. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എന്താണ്? 6. 6 into 2 എന്താണ്? 12 ഈക്വൽ ടു 16. ആൽഫ ഈക്വൽ ടു എന്ത് കിട്ടും? ഈ 12 പുറത്ത് പോകുമ്പോൾ 4 എന്ന് കിട്ടും. ആൽഫ ഈക്വൽ ടു 4. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 6. അപ്പൊ ബീറ്റ ഈക്വൽ ടു എന്ത് വരും? 6 മൈനസ് 4 2 എന്ന് കിട്ടും. 4 into 2 ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എ എന്നറിയാം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ ഇൻറ്റു ബീറ്റ, ദാറ്റ് ഈസ് 8. സോ എയുടെ വാല്യൂ എന്താണ്? 8. സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ഡേ മറ്റൊരു ഷോർട്ട് കട്ടുമായി നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ, ബൈ ബൈ.